ഒരു വീട് ചുമരുകളും മേൽക്കൂരയും മാത്രമല്ല, അത് നമ്മുടെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ശേഖരിക്കുന്ന സ്ഥലം തന്നെയാണ്. അത്തരം ഓരോ വീടിന്റെയും അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ദൈവിക സങ്കല്പമാണ് വാസ്തുപുരുഷൻ. പുരാതന ഭാരതീയ ജ്ഞാനം പറയുന്നു, ഭൂമി നിശ്ചലമായ ഒന്നല്ല, അത് ജീവനുള്ള ഒരു ശക്തിയാണ്. മരങ്ങൾ വളരുന്നു, നദികൾ ഒഴുകുന്നു, മനുഷ്യൻ ജീവിക്കുന്നു. ഇതെല്ലാം ഊർജത്തിന്റെ പ്രവാഹമാണ്. ഈ ഊർജത്തെ സമതുലിതമായി സംരക്ഷിക്കുന്ന ദൈവിക പ്രതീകമാണ് വാസ്തുപുരുഷൻ. പുരാണങ്ങളിൽ ഒരു കഥ പറയുന്നു, സൃഷ്ടിയുടെ ആദിയിൽ ഒരു അതിശക്തി എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു. അവൻ ആകാശത്തെയും ഭൂമിയെയും മൂടി വളർന്നു. ദേവന്മാർ പോലും അവന്റെ ശക്തിയിൽ ഭയപ്പെട്ടു. അവസാനം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒന്നിച്ചു തീരുമാനിച്ചു, ഈ ശക്തിയെ നശിപ്പിക്കരുത്, നിയന്ത്രിക്കണം. അങ്ങനെ ആ ശക്തിയെ ഭൂമിയിൽ പതിപ്പിച്ചു. അവൻ വിനാശത്തിന്റെ രൂപമല്ലാതെ സമതുലിത തത്വത്തിന്റെ രൂപമായി മാറി. അവനാണ് വാസ്തുപുരുഷൻ. വാസ്തുപുരുഷൻ ഭൂമിയിൽ കിടക്കുന്ന ഒരു മനുഷ്യരൂപമായി സങ്കല്പിക്കപ്പെടുന്നു. തല വടക്ക് കിഴക്ക്, കാൽ തെക്കു പടിഞ്ഞാറ്, ഹൃദയം മധ്യഭാഗം. ഓരോ ദിശയും ഒരു ദൈവീക ശക്തിയുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിന്റെ ദിശകൾ അത്യന്തം പ്രധാനം. ഒരു വീട് വാസ്തുപുരുഷന്റെ മേൽ പണിയപ്പെടുമ്പോൾ അവിടുത്തെ ഊർജ്ജപ്രവാഹം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സിലും തടസ്സമുണ്ടാകും. അതിനാലാണ് പുരാതന കാലത്ത് വീട് പണിയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നത്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. വാസ്തു ഒരു ഭീഷണിയല്ല, ഒരു ശിക്ഷാശാസ്ത്രവുമല്ല. സൂര്യപ്രകാശം വീട്ടിൽ എങ്ങനെ കടക്കണം, വായു എങ്ങനെ ഒഴുകണം, ജലം എവിടെ സൂക്ഷിക്കണം, ഇവയെല്ലാം പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനുള്ള നിയമങ്ങളാണ്. വാസ്തു ഭയത്തിന്റെ ശാസ്ത്രമല്ല, സമാധാനത്തിന്റെ ശാസ്ത്രമാണ്. പണ്ട് കാലത്ത് വീട് പണിയുന്നതിന് മുമ്പ് വാസ്തുപുരുഷ പൂജ നടത്തിയിരുന്നു. അത് ദൈവത്തെ പേടിച്ചല്ല, ഭൂമിയോട് അനുമതി ചോദിക്കാനാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ ജീവിക്കാനാണ് വരുന്നത്, സമാധാനത്തോടെ നമ്മളെ സ്വീകരിക്കൂ എന്ന ആത്മീയ അഭ്യർത്ഥന. ഇന്ന് ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും നമ്മൾ ജീവിക്കുന്നു, എന്നാലും വാസ്തുവിന്റെ അടിസ്ഥാന തത്വം മാറുന്നില്ല. ശുദ്ധമായ വായു, വെളിച്ചം, ക്രമം, വൃത്തിയുള്ള മനസ്സ്, ഇവയെല്ലാം വാസ്തുവിന്റെ ആത്മാവാണ്. വാസ്തുപുരുഷൻ ഒരു ഭീകര ദൈവമല്ല, അവൻ ഭൂമിയുടെയും മനുഷ്യന്റെയും സമതുലിത തത്വത്തിന്റെ ദൈവിക പ്രതീകമാണ്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന വീടുകൾ സമാധാനം നൽകും. വീട് ശരിയായാൽ ജീവിതവും ശരിയാകും. വാസ്തു ഭയത്തിന്റെ വഴിയല്ല, ബോധത്തിന്റെ വഴിയാണ്.